നമസ്കാരം. ഇസ്രായേലും ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം പിന്നെ കുറേ നാളായി ഇരു കൂട്ടരും നിശബ്ദത പാലിക്കുകയായിരുന്നു. രണ്ട് വിഭാഗങ്ങളിൽ നിന്നും അധികം ആക്രമണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇസ്രായേലിന് വളരെ കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. ഇപ്പോൾ നിശബ്ദരായിരുന്നതിന് ശേഷം വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി കഴിഞ്ഞ് വീണ്ടും ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്താൻ ഹിസ്ബുള്ള പദ്ധതിയിടുന്നു എന്ന്. ഇതിന് അവർക്ക് എല്ലാ സഹായവും നൽകുന്നത് ഇറാൻ തന്നെയാണ്. ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കപ്പൽ മാർഗം എത്തിച്ചതിന് ശേഷം അവ ലെബനനിലെ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് എത്തിക്കാനായിരുന്നു പദ്ധതി. ഇത് വളരെ കൃത്യമായി തന്നെ നടക്കുന്നുമുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ കണ്ണുകളിൽ നിന്ന് പക്ഷേ ഒരിക്കലും ഈ ആയുധക്കടത്തുകാർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫലമാണ് ഹിസ്ബുള്ളയുടെ ലെബനനിലെ മറ്റൊരു വളരെ പ്രമുഖനായ നേതാവ് കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇയാളുടെ മുഖ്യ ചുമതല ആയുധക്കടത്ത് തന്നെയായിരുന്നു. മുഹമ്മദ് മെഹദി അലി ഷഹീൻ എന്നായിരുന്നു ഇയാളുടെ പേര്. ആയുധക്കടത്തിൽ അതിവൈദഗ്ധ്യമുള്ള ആളായിരുന്നു ഇയാൾ. കപ്പലുകളിൽ ഏതെങ്കിലും രഹസ്യ തീരങ്ങളിൽ വെച്ച് സ്വീകരിക്കുന്ന ഈ ആയുധങ്ങൾ വളരെ ഭംഗിയായി ഇത് തീവ്രവാദ സംഘടനകൾക്ക് എത്തിക്കുകയായിരുന്നു ഇയാളുടെ പ്രധാന പണി. മാത്രമല്ല ഇയാൾ ലെബനനിലെ ഹിസ്ബുള്ളയുടെ വളരെ പ്രമുഖനായൊരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇയാളെ നോട്ടമിട്ടിട്ടും ഏറെ നാളുകളായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇയാൾ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇസ്രായേൽ വളരെ കൃത്യമായി ആക്രമണം നടത്തി ഇയാളെ വധിച്ചിരിക്കുന്നത്. ഇയാൾക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 2 ഡ്രോണുകളാണ് ഇയാളെ ആക്രമിക്കാനായി ഇസ്രായേൽ സൈന്യം ഉപയോഗിച്ചത്. ആ ഡ്രോണുകളുടെ ഉന്നം പിഴച്ചിൽ വളരെ കൃത്യമായി ഇയാളുടെ യാത്രാ മാർഗം ട്രാക്ക് ചെയ്ത് അവിടേക്ക് ശക്തമായ തോതിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ പദ്ധതിയിട്ടത്. അത് വിജയിക്കുകയും ചെയ്തു. ഏതായാലും ഷഹീൻ്റെ ഈ വധത്തോടെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ ഇനിയുള്ള നാളുകളിൽ ലഭിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. നമുക്കറിയാം, വളരെ ശാന്തസുന്ദരമായൊരു രാജ്യമായിരുന്നു ലെബനൻ. കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെട്ടിരുന്ന അത്രയും പ്രകൃതി മനോഹരമായ ആ ഒരു രാജ്യത്തെ താറുമാറാക്കിയത് ഹിസ്ബുള്ള തീവ്രവാദികളായിരുന്നു. അവിടുത്തെ വീടുകളിലും അടുക്കളയിലും വീടിൻ്റെ വരാന്തയിലും എല്ലാം തന്നെ ഇവർ മിസൈലുകളും റോക്കറ്റുകളും എല്ലാം കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സാധാരണക്കാരായ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് ഇവരെല്ലാം ചെയ്തിരുന്നത്. അങ്ങനെ ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിച്ച ഈ തീവ്രവാദ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരുന്നു. അതിനു മുമ്പ് തന്നെ പേജറുകൾ പൊട്ടിച്ചും വോക്കി ടോക്കികൾ പൊട്ടിച്ചുമൊക്കെ തന്നെ നിരവധി ഹിസ്ബുള്ള നേതാക്കന്മാരെ അവർ വധിച്ചിരുന്നു. പലർക്കും കാഴ്ച നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ചിലർ ഇപ്പോഴും ചികിത്സയിലാണ്. അതിനുശേഷമാണ് ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അവർ വധിച്ചത്. ഇപ്പോൾ ഫലത്തിൽ ഹിസ്ബുള്ളയ്ക്ക് പരസ്യമായ രംഗത്തിറങ്ങാൻ ഒരു നേതാവ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ഇറാൻ്റെ അനുഗ്രഹത്തോടെ ഇവർ എല്ലാ തരത്തിലുമുള്ള ആയുധ സംഭരണവും പണസംഭരണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇസ്രായേലിന് വിവരം ലഭിച്ചിരുന്നു. ഇത് ലെബനൻ ഭരണകൂടത്തിനും വളരെ വ്യക്തമായി അറിയാമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു സൂചനയായിട്ടാണ് കഴിഞ്ഞ ദിവസം ലെബനിൽ $2.5 മില്യൺ പിടികൂടിയത്. ലെബനിലെ ഒരു വിമാനത്താവളത്തിൽ വെച്ചാണ് ഇത്രയും വലിയ തുക പിടിച്ചെടുത്തത്. ഇത് ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് ലെബനൻ അധികൃതരും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്തു കൂടി പണവും മറുവശത്തു കൂടി ആയുധങ്ങളും എത്തിച്ച് വീണ്ടും ഹിസ്ബുള്ളയെ ഇസ്രായേലിന് നേർക്ക് യുദ്ധസന്നദ്ധരാക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം. കോടിക്കണക്കിന് രൂപയും ആയുധങ്ങളുമാണ് ഇറാൻ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും എല്ലാം തന്നെ നൽകുന്നത്. ഹൂതിയന്മാർക്കും ആയുധം നൽകുന്നവർ തന്നെയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ സഹായമില്ലാതെ ഇറാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവരെല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള പ്രോക്സി സംഘടനകളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അവരുടെ രീതി. നേരിട്ട് ഇറാൻ ഒരു കാര്യത്തിൽ ഇടപെടാതെ ഈ തീവ്രവാദ സംഘടനയ്ക്ക് എല്ലാവിധ സഹായങ്ങളും നൽകി അവരെ കൊണ്ട് ആക്രമണം നടത്തിക്കുന്നതിനാണ് ഇറാൻ എപ്പോഴും താല്പര്യം കാണിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് തുടരുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നത്. ഏതായാലും ഷഹീനെ വധിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. ഇനി ഉള്ള നാളുകളിൽ ആരെങ്കിലും ലെബനിലേക്ക് ആയുധം കടത്താൻ ശ്രമിച്ചാൽ അവർ അത് പിടികൂടും എന്നുള്ളത് ഉറപ്പായിരിക്കണം. മാത്രമല്ല, ലെബനിലേക്ക് കൊണ്ടുവന്ന ഇത്രയും വലിയ ഒരു തുക ലെബനൻ സർക്കാർ തന്നെ പിടിച്ചെടുത്ത സ്ഥിതിക്ക് ഇനി ലെബനൻ സർക്കാരും അധികകാലം ഹിസ്ബുള്ളയെ പ്രോത്സാഹിപ്പിക്കില്ല, അല്ലെങ്കിൽ അവരെ വളർത്തില്ല എന്നുള്ളതും ഉറപ്പായിരിക്കുകയാണ്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ തീവ്രവാദ സംഘടനകളെയും ഇറാനെയും എല്ലാം ഒറ്റയ്ക്ക് നേടേണ്ട അവസ്ഥയാണുള്ളത്. അവർക്ക് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവായി മാറുകയാണ് ഈ ഷഹീൻ എന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ വധം.